സന്തോഷമുള്ളൊരു ദിവസമാണ്. കുറേ നാളുകൾക്ക് ശേഷം ഏറെ പ്രിയപ്പെട്ട സുഹൃത്തും ചേച്ചിയൊക്കെയായ എൻ്റെ പ്രിയപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും കിട്ടിയ ഒരു അവസരമാണ് എൻ്റെ ഇന്റർവ്യൂ. നമസ്കാരം. ഈ നമസ്കാരം ഓർക്കുന്നുണ്ടോ? നമസ്കാരം എന്നുള്ള സാധനം ഭയങ്കര വൈറലായിരുന്നു. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ചേച്ചീനെ ഒന്ന് കാണുന്നതും സംസാരിക്കുന്നതും. ബിഗ് ബോസിൽ പോയി കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിട്ട് മൊത്തത്തിൽ ബിസി ആയിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ ചാനലൊക്കെ തുടങ്ങി വലിയ 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 രീതിയിലുള്ള അല്ലാതെ രക്ഷയില്ലടാ. നമുക്ക് ബിഗ് ബോസിന്റെ കിരീടം തല വെച്ചോണ്ട് നടക്കാൻ പറ്റില്ല, നമ്മൾ നശിക്കും. അപ്പോ നമുക്ക് തുടങ്ങാം. ബീബിയാണ് എങ്ങും ചർച്ചാ വിഷയം. അതെ, ചേച്ചി സ്വാഭാവികമായിട്ടും അതിലൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതായത് ഇതുവരെ പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ, അതിൻ്റെ നിഗൂഢതകൾ നേരിൽ കണ്ട ആൾക്ക്, അതായത് നമ്മൾ ഈ ചാനലിലൂടെ കാണുന്ന അല്ലെങ്കിൽ ഈ ഹോട്ട്സ്റ്റാറിലൂടെ കാണുന്നതിനേക്കാൾ കൂടുതൽ ചേച്ചി നേരിട്ട് കണ്ട ആളാണ്. അതായത് കണ്ണിലൂടെ കണ്ട 21 ദിവസം കണ്ണിലൂടെ കണ്ട ആളാണ്. അതെ. അപ്പോൾ എന്താണ് ചേച്ചി നേരിട്ട് കണ്ടത് എന്നുള്ളത് നമുക്ക് തുടങ്ങാം. എന്താണ് ബീബി, അകത്ത ബീബി എന്താണ്? അകത്ത ബീബി എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ മനസ്സിലാക്കാൻ പറ്റിയത് പുറത്തുനിന്ന് കാണുന്ന ഒരു സാധനമേ അല്ലത്. അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അതായത് മൈൻഡ് അവർ കയ്യിലെടുക്കും. നമ്മുടെ ആ ഹൗസ് നമ്മുടെ ഹൃദയം അങ്ങ് വാങ്ങി വെക്കും, നമ്മുടെ തലച്ചോറും. പിന്നെ നമ്മൾ അവിടെ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. നമ്മൾ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ പൊട്ടിത്തെറിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. സീസൺ 7 എന്ന് പറയുന്നത് നല്ല കണ്ടസ്റ്റന്റുകളെ കൊണ്ട് നിറഞ്ഞതല്ല. ഗെയിം ഓവറായി, ഇനി അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ലെങ്കിലും അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിക്കാത്തത് കൊണ്ടും അതിൽ പലയിടത്തും ഇപ്പോഴും വെടിയും പുകയും ഉള്ളത് കൊണ്ടും ഞാൻ പറയുകയാണ്, ഇപ്രാവശ്യം പണി കിട്ടിയത് ബിഗ് ബോസ് ഹൗസിനും ഏഷ്യനെറ്റിനും എൻ്റെ മോൾഷനും ഒക്കെയാണ്. കാരണം അവർ കണ്ടസ്റ്റന്റ് സെലക്ഷനിൽ കുറച്ച് പരാജയപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അതിൽ ഉൾപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ അതിനകത്ത് സാഹിത്യം സംസാരിക്കാനോ രാഷ്ട്രീയം സംസാരിക്കണോ പോകണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറച്ച് മൂല്യം, കാരണം ഇത് ജനങ്ങളുടെ റിഫ്ലക്ഷൻ, ധാർമ്മികത നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അതിനകത്ത് വിവേകാനന്ദൻ കളിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ തത്വങ്ങൾ പറയാനോ ഗാന്ധിജിയുടെ വാക്യങ്ങൾ പ്രചരിപ്പിക്കാനോ അല്ല പോകുന്നത്. പുച്ഛിക്കുന്നവരാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ പ്രതിദാനം ചെയ്ത് നമ്മുടെ സ്വഭാവത്തിന്റെ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ എന്നാണ് ലാലേട്ടൻ അത് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം ഇങ്ങനെയാണോ എന്ന് കുട്ടികൾ ചിന്തിക്കും. തീർച്ചയായിട്ടും. അതായത് ഒരു പഴത്തിന് വേണ്ടി, ഒരു പഴത്തൊലിക്ക് വേണ്ടി, ഒരു പച്ചമുളകിന് വേണ്ടി മാത്രം വഴക്കിടാനാണോ ഒരു ഇന്റർനാഷണൽ ഷോ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചിന്തിക്കും. ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സില്ലാതെ അയാളുടെ ആ സബ്ജക്റ്റ് പുറത്തു വിട്ടിട്ട്, അത് തെറ്റോ ശരിയാവട്ടെ, അത് പുറത്തു വിടാതെ അയാളെ മൊത്തത്തിൽ വാക്കുകൾക്ക് വെർബലിയും ഫിസിക്കലിയും ആക്രമിക്കുന്ന ചെന്നായക്കളെ പോലുള്ള സ്വഭാവത്തിന് ഉടമകളാണോ അതിലുള്ള കണ്ടസ്റ്റന്റ് എന്ന് ചിന്തിക്കും. അവർക്കും കുടുംബമുണ്ട്, അവർക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, കാമുകിമാരുണ്ട്. എന്നിട്ടും എന്തേ അവർ ഇതിൽ ഇങ്ങനെ വന്ന് ബിഹേവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ഉത്തരമില്ല. അതൊന്നെങ്കിൽ അവർ പഠിച്ചു വെച്ച കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി കൊണ്ട് കളിക്കും. ലാലേട്ടൻ പലവട്ടം അതിനകത്ത് വീക്കെൻഡ് എപ്പിസോഡ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കളിക്കൂ. ഒരു സാധനം ഒരാളിൽ നിന്ന് ഗ്രാബ് ചെയ്യുമ്പോൾ 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് പിടിച്ചു പറിക്കാം, അയാൾ ആക്രമിക്കാം, അതിന് പകരം ബുദ്ധി ഉപയോഗിച്ച് കളിക്കാം. ഫിസിക്കൽ ടാസ്കുകൾ കളിക്കുമ്പോൾ കളിച്ചാൽ പോരെ. ഒരാൾ എത്രയോ ആൾക്കാർ നമ്മുടെ കൈ, ഇപ്പോൾ ഇവന്റെ കൈ, അനിമോളുടെ കൈ, അങ്ങനെ പലരുടെയും കൈകളിലൊക്കെ നല്ല സ്കാറുകളുണ്ട്. ജിസേലിന്റെ കയ്യിലൊക്കെ സ്റ്റിച്ചാണ്. അതെങ്ങനെയാണ്? 2 സ്റ്റിച്ചോ 3 സ്റ്റിച്ചോ അങ്ങോട്ട് വന്നു ജിസേലിന്റെ കയ്യിലൊക്കെ. ജിസേലിന്റെ കയ്യിൽ 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കാരണം ഫിസിക്കൽ ടാസ്കിൽ പറ്റിയ ഒരു സാധനമാണ് അത്. ജിസേൽ പാത്രം തലയിൽ വെച്ചുകൊണ്ട് പറ്റിയതാണ്. എങ്കിൽ പോലും അക്ബറിന്റെ ഡ്രസ്സുകൾ വലിച്ചു കീറുക, അങ്ങനെ പല കണ്ടസ്റ്റൻസിനും അവിടെ സംഭവിച്ചിട്ടുണ്ട്. നൂറ ഒരു കളിയില് മറ്റേ ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞ ടാസ്കില് അവള് ശ്വാസം കിട്ടാതായിപ്പോയി. ഇതൊന്നും പുറത്തു വരുന്നില്ല, ഇതൊന്നും വെളിയിൽ വരുന്നില്ല. ബിക്കോസ് അതൊന്നും അവർക്ക് ഇടാനുള്ള കാര്യം എല്ലാം കൂടെ എത്രത്തോളം ഇടും, ഒരു എപ്പിസോഡിലെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാറിൽ 24 എന്ന് പറഞ്ഞാൽ എന്തോരം കണ്ടന്റ് പോകുന്നുണ്ട് അതിനകത്ത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ 24 വെറും 8 മണിക്കൂറത്തെ കണ്ടന്റേ പോകുന്നുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലൈവ് എന്ന് പറയുമ്പോൾ അത് ഈ തലേന്നുള്ള സാധനങ്ങളാണ് പിറ്റേന്ന്. അതാണ് ഡിഫേർഡ് ലൈവ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും കുറച്ച് കട്ടിങ് വരും. അത് അവരുടെ ഒരു പോളിസി ആയിരിക്കാം. കാരണം എല്ലാം ഒന്നും ഇടാൻ പറ്റത്തില്ല. സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജനങ്ങളുടെ തീവ്രമായ നമ്മളെല്ലാവരും ഇമോഷണൽ ആണല്ലോ ഇപ്പോഴും. അതൊക്കെ വികാരപ്പെടുത്തുന്ന കണ്ടന്റുകൾ പുറത്തു വരാതിരിക്കാനായിരിക്കാം അവരത് കീപ്പ് ചെയ്യും. കാരണം ഇത് ഇന്ന് നാളെ അവസാനിക്കുന്ന ഒന്നല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺസ് അല്ലേ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ സീസൺ 7 7ന്റെ പണി കിട്ടിയത് ബിഗ് ബോസിനാണെന്ന് ഞാൻ പറയും. കാരണം അവർ പല ടാസ്കുകൾ അവർക്ക് എന്താ പറയുക ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പണിപ്പുഴ ടാസ്ക് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്യേണ്ടി, കാരണം കണ്ടസ്റ്റൻസ് അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ കമന്റുകൾ താഴെ വന്ന് പറയും ഇവൾ അവിടെ എന്ത് കളിയാ കളിച്ചതെന്ന്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു മായിക ലോകമാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ തലച്ചോറും എല്ലാം എടുത്തു വെക്കുന്ന ഒരു സാധനം. അവിടെ ബുദ്ധി ഉപയോഗിച്ച് സമാധാനത്തോടെയും കളിക്കാം കളികൾ.
മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കേണ്ട അടുത്ത് സ്പേസ് കൊടുത്ത് വേണം, എങ്കിൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ഇത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ടും ഈ വഴക്കിന്റെ അലഴുകളല്ലാതെ ഒന്നും പുറത്ത് വേറെ കേൾക്കുന്നില്ല നമ്മൾ. അത് തന്നെ നമുക്ക് മടുപ്പിക്കും. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കാണുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ഒന്നല്ല ബിഗ് ബോസ്. അതിനകത്ത് പോയ ആ ഒരു സീസണിൽ 25 പേർക്ക് മാത്രമേ അതിൻ്റെ അകത്ത്, അത് 1 ദിവസം ആയിക്കോട്ടെ, 10 ദിവസം ആയിക്കോട്ടെ, 100 ദിവസം ആയിക്കോട്ടെ, അവർക്ക് മാത്രമേ അതറിയാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് ഈ മൈൽ സ്റ്റോണിൽ വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് വിനു എന്ന് പറഞ്ഞ വ്യക്തി. ഇടയ്ക്ക് വിനു വിളിക്കാറുണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഫംഗ്ഷനിൽ കാണാറുണ്ട്. അപ്പം എൻ്റെ പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ്, നീ ബിഗ് ബോസ് മെറ്റീരിയലാണെന്ന് എപ്പോഴും എന്നോട് പറയും. അടുത്ത സീസണിൽ നീ കാണുപടി എന്നൊക്കെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും. കാണുപോടോ, നമ്മളെയൊക്കെ ആര് കയറ്റി വിടാനോടോ, ഇല്ല നിന്നെ ഓഡീഷൻ നീ കൊടുക്കണം, നീ ഓഡീഷനിൽ നിന്റെ പെർഫോമൻസിന്റെ ബേസിൽ നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ് വിനു. അപ്പൊ നമുക്ക് PR പ്രൊഫഷണലിനേക്കാൾ കൂടുതൽ ഫ്രണ്ട് എന്ന നിലയിലാണ് വിനുവിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു ബഹളത്തിന് ശേഷം വിനുവായിട്ട് സംസാരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ വിനുവിനെ സംബന്ധിച്ചിടത്തോളം വിനുവിനെ ഞാൻ എൻ്റെ PR-ന്റെ കേസിൽ വിനുവിനെ ഞാൻ വിളിച്ചിരുന്നു. PR കൊടുക്കാനല്ല, വിനുവേടോ PR കൊടുക്കാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ എങ്ങനെയാടോ, ശരി നീ PR ഒന്നും കൊടുക്കണ്ട, നീ 10 ദിവസം നിന്നോളെങ്കിലും അന്തസ്സായിട്ട് കളിച്ച് ജയിച്ചിറങ്ങ്. അതൊരു ഫ്രണ്ട് എന്ന നിലയിൽ അവനോട് പറഞ്ഞാട്ടെ എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഓൾറെഡി അനുമോളിന്റെ PR മേടിച്ച് വെച്ചതുകൊണ്ട് അന്ന് ഞാൻ അങ്ങനെ കരുതിയിരുന്നു. ബാക്കി പറയട്ടെ. അപ്പൊ ഇവൻ എന്നെ അങ്ങ് പറയുവാ, നീ പൊളിക്ക്, നീ 10 ദിവസം നിന്നോളെങ്കിലും നീ കളിച്ച് ജയിച്ചിറങ്ങുവാന്ന് പറഞ്ഞു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ PR കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ കുറെ കൂടെ, അതൊരു 90-95 ഡേയ്സ് ഒരു പക്ഷെ ഞാൻ നിൽക്കുമായിരുന്നു. എനിക്കത് വേണ്ടടാ. ശാരിക പുറത്തായെങ്കിലും അകത്തായാലും ശാരിക കളിച്ച് ജയിച്ചെന്ന് കേട്ടാൽ മതി എനിക്ക്. അല്ലാതെ ഏതെങ്കിലും ഒരു പോണ്ട PR ചെയ്തിട്ട് അല്ലേടി ശാരിക നീ കിട്ടിയെന്ന് കേൾക്കണ എനിക്ക് താല്പര്യമില്ലത്. അന്തസ്സായിട്ട് നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യം ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂടാ, അങ്ങനെ മരിച്ചാ പോരെ. 100 വട്ടം ലൈഫ് ലോങ് നമ്മൾ ചുമക്കണ്ടടാ ഈ സാധനം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജ് ഒരുത്തം വിളിച്ചു പോയപ്പോ, പ്രത്യേകിച്ച് ഈ സൈബർ മാധ്യമങ്ങളോടത്തോളം കാലം നമ്മൾ കേൾക്കേണ്ടി വരും. ഈ കൂടുതൽ പ്രസംഗിക്കണ്ടടി, നീ നന്മവരൊന്നും കളിക്കണ്ടടി. ഇപ്പോഴും ഞാൻ ഹോട്ട് സീറ്റിൽ ഇരുന്നേരെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും. തീർച്ചയായിട്ടും. അപ്പൊ നീ ഇനി ബിഗ് ബോസിൽ കൂടുതൽ ഞാൻ അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ പോട്ടെ, ഞാൻ അത്രയും ദിവസം നിന്നിരുന്നെങ്കിൽ അവരതും പറഞ്ഞേനെ, നീ കൂടുതൽ അന്മനൊന്നും കളിക്കണ്ട, VR വിനുവിന്റെ ചിങ്കിടി അല്ലേ നീ, അതുകൊണ്ടാ നീ, എനിക്കത് കേൾക്കണ്ട.